ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കാട ഫ്രൈ ആണ്. മൈ നെയിം ഈസ് സലൻ. വെൽക്കം ടു മൈ ചാനൽ. കാട ഫ്രൈ ഉണ്ടാക്കുന്നതിന് ആവശ്യമായി 500 ഗ്രാം കഴുകി വൃത്തിയാക്കിയ 4 കാടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യമായി ഇതെങ്ങനെയാണ് മാരിനേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചതും കൂടി ചേർക്കുക. ഇനി ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കാടയൊക്കെ നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ നമ്മുടെ കാടയിൽ മസാലയൊക്കെ പിടിച്ച് നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 300 മില്ലി ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാട ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 കാട ഒരുമിച്ചാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ കാടയുടെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കാടയുടെ ഗുണം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത്രമാത്രം വിറ്റാമിൻസും മിനറൽസും പ്രോട്ടീനും അടങ്ങിയ ഒരു മീറ്റാണ് കാട. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഈ കാട ഫ്രൈ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇപ്പം നമ്മുടെ കാടയൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള 2 കാട കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബാക്കിയുള്ള കാട കൂടി നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു അടിപൊളി ഐറ്റമാണെന്ന്. ഗാർണിഷിങ്ങിനായി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി വറുത്തിട്ട് നമ്മുടെ അടിപൊളി കാട ഫ്രൈ റെഡി. ഈ റെസിപ്പി ഇഷ്ടമായ നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.